കാണാൻ പോകുന്ന ഒരു കുർത്തി എംബ്രോയിഡറി ആണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും എന്ന് പറഞ്ഞാൽ ഇതേവരെയായിട്ട് എംബ്രോയിഡറി ഒന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന അത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എംബ്രോയിഡറി ആണ്. വരയ്ക്കാൻ അറിയണ്ട, ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട ഒന്നും വേണ്ട. ഒരു സ്കെയിലും ക്ലോത്തിൽ വരയ്ക്കുന്ന ഒരു പെന്നും വേണം. പിന്നെ എംബ്രോയിഡറി ത്രെഡും ഒക്കെ വേണം ചെയ്യാനുള്ള സാധനങ്ങൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുർത്തിയുടെ യോക്ക് ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷന് ഇങ്ങനെ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ് മുകളിൽ നിന്ന് ഇച്ചിരി ഇവിടോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞ ഒരു ഷേപ്പിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുള്ള കുറച്ച് സ്ക്വയറുകളായിട്ട് വരച്ച് ഇതങ്ങ് ഫില്ല് ചെയ്യുവാണ്. എത്ര വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഒരു ടെൻഷനും വേണ്ടാതെ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് വരകളൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് 1 ഇഞ്ച് വീതി 1 ഇഞ്ച് നീളമുള്ള ഇങ്ങനെ കുറച്ച് സ്ക്വയറുകൾ മാത്രം ഇട്ടാൽ മതി. ഇനി ഇപ്പോൾ ഇതിനകത്ത് പിക്ചറുകളൊന്നും വരയ്ക്കുന്നില്ല, നമ്മൾ നേരിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പോകണം. നമ്മൾ ഈ വരച്ച ഏരിയയിൽ ഡിസൈൻ ചെയ്ത ശേഷം ഇതിനൊരു തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ടുകൂടി ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ മെയിൻ മെറ്റീരിയലിലെ യോക്ക് ഭാഗത്തായിട്ട് ഇത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്യാനുള്ള പോർഷൻ ഈ റിങ്ങിലിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്റർ ഓരോ സ്ക്വയറിൻ്റെ സെൻറ്റർ തിരിച്ചറിയാൻ വേണ്ടി സെൻറ്ററിലൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. ഈ കോർണറിൽ ഈ സെൻറ്ററിൽ നിന്നാണ് ഞാൻ ഈ വർക്ക് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു ത്രെഡ് വരുമ്പോൾ ഇത് രംഗോലി ത്രെഡാണ്. ആങ്കറിൻ്റെയോ രംഗോലിയുടെയോ ഏതിൻ്റെയും ഒരു ത്രെഡ് എടുത്താൽ മതി. അതിൽ നിന്ന് ഇങ്ങനെ ഒരു വരുമ്പോൾ ഇതിൽ 6 ഇഴയുള്ളതിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് 3 ഇഴ എടുത്താണ് ചെയ്യുന്നത്. 6 ഇഴ ഇട്ട് ചെയ്താൽ ഒത്തിരി തിക്കായിട്ട് വരും. ഞാൻ 3 ഇഴ ഇട്ട് അങ്ങ് ചെയ്യുകയാണ് ഈ വർക്ക്. അപ്പോൾ ഇങ്ങനെ 3 ഇഴ എടുത്തു. അതിൻ്റെ തുമ്പ് വശം ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ താഴെ നിന്ന് ഞാൻ ഇതെടുത്ത് ഇങ്ങനെ കുത്തി എടുക്കുകയാണ്. സെൻറ്ററിൻ്റെ ഈ ഡോട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കോർണറിലേക്കാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലേസി ഡേയ്സ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ സ്വല്പം നീളം കൂടിപ്പോയി എന്നാണ് ഒരു പ്രത്യേകത. കണ്ടില്ലേ, ഇത്രയുള്ള ആ കോർണറിൽ മുട്ടുന്ന അത്രയും നീളത്തിലാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഇനി ഇപ്പോൾ അടുത്ത കോർണറിലേക്കാണ് ചെയ്യുന്നത്. സെൻറ്ററിലെ ആ ഒരു ഡോട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നെടുത്ത് അടുത്ത കോർണർ ചെയ്യുവാണ്. ഈ സെൻറ്ററിലെ ഡോട്ടിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇങ്ങനെ കുത്തുകയാണ്. ഇങ്ങനെ കുത്തി ഇനിയിപ്പോൾ ഈ വശത്തു നിന്നെടുത്തിട്ട് ഈ കോർണറിലേക്ക് കുത്തുന്നു. ശേഷം ഇനി 4ാമത്തെ കോർണറാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 4 കോർണർ ചെയ്തു. ഇനിയിപ്പോൾ വർക്ക് ഈ ഒരെണ്ണത്തിൽ ബാക്കി വർക്ക് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയുള്ള ഈ സ്ക്വയർ മുഴുവൻ ഇങ്ങനെ ഈ 4 കോർണറിലേക്ക് ഇതേപോലെ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത് തീർന്നതിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സെൻറ്റർ അങ്ങ് എടുക്കുവാണ്. ആ സെൻറ്ററിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടേക്ക് അങ്ങ് ചെയ്യുന്നു. ലേസി ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ഉണ്ടല്ലേ. ഇങ്ങനെ സൂചിയുടെ അടിയിലൂടെ ത്രെഡ് ഇട്ട് ഇങ്ങനെ കുത്തുവാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇത് തമ്മിലും അടുത്തടുത്ത് വരും. അപ്പോൾ നമ്മുടെ വർക്കൊരു ഇങ്ങനെ ഫുള്ള് ചെയ്ത് വരുമ്പം ഇവിടെ കുത്തുന്നു.
ഇങ്ങനെ ചെയ്യുന്നു. ഇനിയിപ്പോൾ 2 സ്ക്വയറുകളിൽ ഇതേപോലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെൻറ്ററിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഈ റിങ് ഇട്ടിരിക്കുന്ന ഈ സ്ക്വയറുകൾ ഫുൾ അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അത്രയും ചെയ്തതിന് ശേഷം അടുത്ത വർക്ക് കൂടെ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അതുകൂടെ ചെയ്തതിന് ശേഷം നമുക്ക് റിങ് മാറ്റിയിട്ട് ബാക്കി ഭാഗങ്ങളൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയും അങ്ങ് തീരട്ടെ. ഇത്രയും ആർക്കും മനസ്സിലാകാഴിയൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ലേസി ഡേസിയുടെ ഒരു സ്റ്റൈലാണ്. അഥവാ സംശയമുള്ളവർ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇതങ്ങ് വേഗം വിട്ട് വർക്ക് തീർക്കുവാണേ. ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ റിങ് മാറ്റുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം അങ്ങ് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിലിനി ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഒരു സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളിങ്ങനെ 4 എണ്ണം വെച്ചേ, അതിൻ്റെ ഓരോ സൈഡുമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഓരോ സൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ തന്നെ ത്രെഡ് ആണ്, വേറെ കളറൊന്നും മാറിയല്ല, ഇതേ സെയിം ത്രെഡ് തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ലൈൻ വരെ ഒരു കുത്തുക. ഏറ്റവും സെൻറ്ററിലെ കുത്ത് ഈ ലൈൻ വരെ, പിന്നെ അതേപോലെ തന്നെ കുത്തുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി വെച്ച് കുത്തി ഇവിടേക്ക് കുത്തി കണ്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തി ഇനിയിപ്പം ഇപ്പറേ വശത്ത് ഒന്നുകൂടെ ഇങ്ങനെ കുത്തി. ഇങ്ങനെയാണ് ഇനി ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിനി ഫുള്ള് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത വശത്തോട്ട് ഇങ്ങനെ ഞാൻ കുത്തി അതിൻ്റെ ഈ ലൈൻ വരെ കുത്തുന്നു. ഈ ലൈൻ വരെ കുത്തിയതിന് ശേഷം അടുത്തത് ഞാൻ കുത്തുന്നത് ഇതിൻ്റെ നേർപകുതിക്ക് വെച്ചിട്ട് സെൻറ്ററിലേക്ക് കുത്തുന്നു. ഈ സൈഡിൽ നിന്നും അതിൻ്റെ നേർപകുതി എടുത്ത് സെൻറ്ററിലേക്ക് കുത്തുക. അല്ലേ, ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് നേരെ ഈ ലൈനിൽ നിന്ന് കുത്തി, ഇതിപ്പോൾ സെൻറ്ററിൽ നിന്നോ ഇവിടുന്ന് ഇതുവരെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് ഇത്രയുമാണ്. ഇനിയിപ്പം ഇതിൻ്റെ നേർപകുതിക്ക് ഒന്ന് കുത്തി, അതും സെൻറ്ററിൽ കുത്തുക. ഈ 2 സ്പേസിൻ്റെ സെൻറ്റർ നേർപകുതിക്ക് വെച്ച് കുത്തി ഇങ്ങോട്ടെടുക്കുന്നു. ഇതിലെ ഈ സ്പേസിൻ്റെ നേർപകുതിക്ക് വെച്ച് സെൻറ്ററിൽ നിന്ന് കുത്തി ഇങ്ങോട്ടെടുക്കുന്നു. ഇനിയിപ്പോൾ ഈ സൈഡാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി സെൻറ്ററിലേക്ക് കുത്തുന്നു. ശേഷം ഈ പകുതിയിൽ നിന്ന് കുത്തി സെൻറ്ററിലേക്ക് കുത്തുന്നു. ശേഷം ഇവിടെ നിന്ന് കുത്തി ഈ ഹാഫിൽ നിന്ന് കുത്തി സെൻറ്ററിലേക്ക് കുത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു വർക്ക് ഇവിടെ തീർന്നു. ഇനിയിപ്പം അടുത്ത വശത്തിൻ്റെ ഇതേപോലെ തന്നെ ചെയ്യുവാണ്. അടുത്ത വശം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കുത്തി അടുത്തതിൻ്റെയാണ് ചെയ്യുന്നത്. അടുത്ത ഈ സ്ക്വയർ നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്ക്വയറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ ലൈനിൽ നിന്ന് ഇവിടേക്ക് കുത്തുന്നു. ശേഷം ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് കുത്തുന്നു. ശേഷം ഈ ഒരു സ്പേസിൽ നിന്ന് അടുക്കോട്ട് കുത്തുന്നു. ശേഷം അതേപോലെ തന്നെ ഈ ഒരു വശത്ത് റിപ്പീറ്റ് ചെയ്യുന്നു.
ശേഷം നമ്മൾ ഇവിടെ നിന്ന് കുത്തുന്നു. സെൻറ്ററിലേക്ക് ശേഷം കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ തന്നെ പെട്ടെന്ന് അങ്ങ് കുത്തി വിടുക. നമ്മൾ വർക്ക് വേഗം തീരാൻ ഇങ്ങനെ അങ്ങ് കുത്തി വിടുകയാണ്. അപ്പോൾ നമ്മൾ വേണ്ടത് ഇവിടെ സെൻറ്റർ ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് മുഴുവൻ ഇതേപോലെ നമ്മൾ ചെയ്ത് തീർക്കാൻ പോവാണ്. ഇതും അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ, ഓരോ സ്ക്വയറും ചെയ്ത് അങ്ങ് പോയാൽ മതി. ക്രിസ്മസാണ് വരുന്നത്, അപ്പം നമുക്ക് വൈറ്റ് കളറൊരു കുർത്തിയിൽ ഇങ്ങനെ ഇതേപോലെ റെഡ് കൊണ്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രീനിൽ റെഡ് കൊണ്ട് ചെയ്യുമോ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഈ ക്രിസ്മസിന് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഡിസൈൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ ഓരോ ബീഡ് വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ബീഡ് വയ്ക്കാനായിട്ട് ഞാനിപ്പം ഇവിടെ വൈറ്റ് കളറിലെ ബീഡും വെച്ച് നോക്കിയിട്ടുണ്ട്, ഗോൾഡൻ കളറിലെ ബീഡും വെച്ചിട്ടുണ്ട്. ഏത് ബീഡ് വയ്ക്കണമെന്നാണ്. അപ്പോൾ എനിക്കൊരു വൈറ്റിനോടാണ് ഒന്നുകൂടെ ഒരു താല്പര്യം. രണ്ടും ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പം ഈ വൈറ്റ് ഈ സൈഡ് ചെയ്ത ഈ വൈറ്റില്ലേ, ഇതല്ല നല്ല ഒന്നുകൂടെ. അപ്പോൾ ഇത് ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ സാധാ നീഡിലും നമ്മുടെ മെഷീനിൽ അടിക്കുന്ന നൂലും ഇട്ട് ഈ ബീഡുകൾ ഈ സെൻറ്ററിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുകയാണ്. ഓരോ ബീഡും ഞാൻ ഒരു 2 തവണ കുത്തിപ്പിടിപ്പിക്കുന്നുണ്ട്. ഒരു ഉറപ്പിനായിട്ട് 2 തവണ സൂചി കയറ്റി കുത്തിപ്പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യോക്ക് പോർഷൻ ഇതേപോലെ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം നെക്കൊക്കെ വെട്ടി ഇത് കുർത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു എംബ്രോയിഡറി വൈറ്റ് കളർ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഗ്രീനിലോ ഒക്കെ ചെയ്തിട്ട് ക്രിസ്മസിന് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഒരു കുർത്തി ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.